ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ വീഡിയോസ് നമ്മൾ ഇവിടെ നടന്ന ക്ലാസ്സുകളുടെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയ്ക്കേക്കടെ സമയം കിട്ടുമ്പോൾ കുറച്ച് സാധനങ്ങൾ നമ്മൾ പരിചയപ്പെടുത്താമെന്ന് കരുതി. അങ്ങനെയാണ് പെഡിക്യൂറിൻ്റെ കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിച്ചത്. അതുകൂടാതെ ഇപ്പോൾ കുറേയേറെ ഐറ്റംസ് കൂടി പുതിയതായിട്ട് വന്നിട്ടുണ്ട്. മേക്കപ്പ് ബോക്സുകളുടെ എന്താ പറയുക, വലിയൊരു കളക്ഷൻ കണ്ടമാനം എത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുറച്ച് ഇത് പുതിയത് വന്നാണ് ഈ ഇരിക്കുന്ന സാധനങ്ങൾ. ഒപ്പം തന്നെ ഇവിടെ ഒരു വലിയ കളക്ഷൻ ഇത് കുറേ ഉണ്ട്. ഇതിൽ കുറേയൊക്കെ ഞാൻ കാണിച്ചു തന്നാണ്. ഇനി ചിലർക്ക് ഉണ്ടാവും വലിയ ബോക്സ് കാര്യങ്ങൾ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഇത് ഓക്കെ. ഇത് കുറേ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്. ഫുള്ളി എക്യുപ്പൈഡ് ആയിട്ടുള്ളൊരു യൂണിറ്റ് തന്നെ നമുക്കിതിലുണ്ട്. ഇതിൽ ഇടാനുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഓണാക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇതിങ്ങനെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളും വരും. അതുകൂടെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്കിത് വെക്കാനുള്ള സ്റ്റാൻഡ് കൂടി ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. ഇത് അടച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലം പ്ലസ് ഇതാ. ഇത് നമുക്കൊരു എവിടെയെങ്കിലും വർക്കിനൊക്കെ പോണ സമയത്ത് ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാനുള്ള സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡിലേക്ക് നമുക്ക് ഈ മേക്കപ്പ് ബോക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ക്ലാസ് എടുക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ, അല്ലാത്തവർക്കാണെങ്കിൽ അങ്ങനെ, ഇത് ഓരോന്നും അതാത് സ്ഥലങ്ങളിൽ ഫിറ്റ് ചെയ്യാനുള്ള, ഇതിൻ്റെ അടിയിൽ ഫിറ്റ് ചെയ്യാനുള്ള അങ്ങനത്തെ 4 റോഡ് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് എന്നോട് ചില സമയത്ത് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയതായിട്ട് വന്നതാണ്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അതും ഉണ്ട്. ഇത് പലർക്കും കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതിൽ തന്നെ നമുക്ക് ഈ ലൈറ്റ് ഇൻറ്റൻസിറ്റി, അതിൻ്റെ ആ തീവ്രത കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അത്യാവശ്യം നല്ല വെയിറ്റുള്ളൊരു സാധനമാണ്. നമുക്കത് വലിച്ചുകൊണ്ട് നടക്കണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഓക്കെ, ഏകദേശം ഒരു 24,000 റുപ്പീസാണ് ഇതിൻ്റെ റേഞ്ച് വരിക. ഇതിൻ്റെ റേറ്റ് ഇട്ടേക്കണ എവിടെയാണെന്ന് എനിക്ക് കാണില്ല. എന്നാലും ഏകദേശം ഒരു 24 റേഞ്ച് വരും. പിന്നെ കുറേയേറെ മേക്കപ്പ് ബോക്സുകൾ അതിൻ്റെ ഒപ്പം തന്നെ ഇഷ്ടംമാതിരി ഉണ്ട്. നിങ്ങൾ പലപ്പോഴും ചോദിക്കാറുള്ള പല മോഡൽസ്. ഇതാണിപ്പോൾ ഒരു പുതിയ റേഞ്ച് വന്നത് നമ്മൾ ആദ്യം കാണിച്ച്. പിന്നെ ഇതാ അവിടെ ഈ ഡെമ്മിയുടെ ഇടയ്ക്കിടെ ഒന്ന് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് മുകളിൽ മേക്കപ്പ് ബോക്സ് ഇരിക്കണം. ഡെമ്മി നമ്മുടെ അടുത്ത് കുറേ ഉണ്ട് കേട്ടോ. ഡെമ്മിയെക്കുറിച്ചുള്ളൊരു വീഡിയോ അധികം വൈകാതെ നമുക്ക് ചെയ്യാം. ഡെമ്മി സ്റ്റൈലിങ്ങിനുള്ളത് 2,500 മുതൽ 25,000 വരെ വരുന്ന ഡെമ്മീസ്. ജസ്റ്റ് ഡെമ്മി കൂടി കാണിച്ചോളൂ. ഡെമ്മികളും നമ്മുടെ അടുത്തുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ വിശദമായിട്ട് ചെയ്യും. മുകളിലും മേക്കപ്പ് ബോക്സുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഒരു പുതിയതായിട്ട് വന്ന 2-3 മേക്കപ്പ് ബോക്സ് നിങ്ങൾ കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കൂട്ടത്തിൽ നിന്ന് എടുക്കാം നമുക്ക്. ഞാനിവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ നിന്നുള്ളൊരു 2-3 ബോക്സുകൾ എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ ഉള്ള സൗകര്യങ്ങൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബാ. അപ്പോൾ ബാഗ് ഞാനിവിടെ എത്തിച്ചിട്ടുണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വില കൂടിയ കോസ്മെറ്റിക്സ്, നമ്മുടെ മിഷനറീസ് ലൈക്ക് ഡ്രയർ, ഇത് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് അത് മെസ്സപ്പായി പോവാതെ അതാത് സ്ഥലങ്ങളിൽ സൂക്ഷിച്ച് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എൻജിനീയർ ആണെങ്കിൽ തന്നെ അയാളുടെ ആ വരയ്ക്കാനുള്ള സാധനങ്ങളും സാമഗ്രികളൊക്കെ കൊണ്ടുപോകാനായിട്ടൊരു ബാഗ് തന്നെയുണ്ട്. അതുപോലെ ഇപ്പോൾ ലാപ്ടോപ്പ് കൊണ്ടുപോകണമെങ്കിൽ അത് കൊണ്ടുപോകാൻ പർട്ടിക്കുലർ ഒരു ബാഗുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ മേക്കപ്പിൻ്റെ സാധനങ്ങളും നമുക്കതിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാം കൂടി കൊണ്ടുപോകാനായിട്ട് എപ്പോഴും നമുക്ക് വളരെ അടുക്കും ചിട്ടയോടും നമ്മുടെ വിലപ്പെട്ട സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെയും അതുപോലെ തന്നെ അത് മെസ്സപ്പായിട്ട് അല്ലെങ്കിൽ മറിഞ്ഞു പോയി കൂട്ടിച്ചേർന്ന് പൊട്ടിപ്പോയി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാനും എപ്പോഴും നമുക്കൊരു അടുക്കും ചിട്ടയും ഉള്ളതാണ് എന്ന് നമ്മുടെ ക്ലയൻറ്റിന് ഇനീഷ്യലി തന്നെ ബോധ്യപ്പെടും. ഇങ്ങനെയൊരു ബാഗുമായിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ വളരെ അടുക്കും ചിട്ടയോടുകൂടി ചെല്ലുമ്പോൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു മേക്കപ്പ് ബോക്സ് എന്തായാലും അത്യാവശ്യമാണ്. അപ്പോൾ ഇതിനു മുന്നേ ഞാനൊരു മേക്കപ്പ് ബോക്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറേ മേക്കപ്പ് ബോക്സുകൾ വെച്ചിട്ട് പ്രത്യേകിച്ച് സാധനങ്ങളൊക്കെ കൂടി അടക്കി വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് പോയി കാണാം. അപ്പോൾ ഞാൻ അത് കുറച്ചുകൂടി കുറേ മേക്കപ്പ് ബോക്സുകൾ സാധനങ്ങൾ വെച്ചിട്ടാണ് കാണിച്ചെങ്കിൽ ഇത് ഞാനിപ്പോൾ അങ്ങനെ കാണിക്കില്ല. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഒരു ബോക്സ്. ഇതിന് നല്ല ഒരു ഹാൻഡിൽ റെക്സിൻ്റെ തന്നെ ആയാലും കുറച്ചുകൂടി ഡ്യൂറബിൾ ആയിരിക്കും. ഒപ്പം നമുക്ക് റോൾ ചെയ്യാനുള്ള, നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാനുള്ള ഹാൻഡിൽ
ഒപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടയറാണ്, നല്ല ടയറാണ്, അത് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മേളിൽ ഒരു സിബ് സെക്ഷൻ ഉണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രഷസ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വളരെ ക്ലീനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകാത്ത രീതിയിൽ കറക്റ്റായിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതുകൂടാതെ ഇതിൻ്റെ മുകളിലും നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ വില കൂടി ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കാം. നമ്മുടെ ഇവിടുത്തെ വിൽക്കുന്ന വില 6200 രൂപയാണ്. ഓക്കെ, ഇതിൻ്റെ വില 6200 രൂപ. അതുകൂടാതെ നിങ്ങൾക്ക് ഇനി ഇവിടെയും ഒരു സ്പേസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സാധനങ്ങൾ സേവ് ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് വേണ്ട ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും ഈ ഒരു ബാഗിൽ കൊള്ളും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയാണ് സിബ് ഉള്ളത്, താഴത്തെ സിബ്. ഓക്കെ, തുറന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ബെൽറ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വിട്ടങ്ങോട്ട് പോകുമെന്ന് വിചാരിക്കേണ്ട. നമുക്കിനിപ്പോൾ അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്കത് റിലീസ് ചെയ്യാനും പറ്റും. വേണ്ടാത്തൊരിതാണെങ്കിൽ ഇതുപോലെ തന്നെ റിലീസ് ചെയ്ത് വെക്കണമെങ്കിൽ റിലീസ് ചെയ്ത് വെക്കാം. പക്ഷേ കുറച്ചുകൂടി ഇങ്ങനെ ഒരു ഹാങ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നിൽക്കുന്നതാണ് നല്ലത്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട ബ്രഷുകൾ എല്ലാം കറക്റ്റ് പ്രോപ്പറായിട്ട് 1 by 1 ആയിട്ട്, സമയക്കുറവുണ്ടായാലും ഞാൻ ഇതിൽ ഓരോ സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് തന്നെ നിങ്ങളെ കാണിച്ചു തന്നേനെ. കുറച്ചുകൂടി അതായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. അതാത് സ്ഥലങ്ങളിൽ വെക്കാനുള്ള പ്രോപ്പറായിട്ടുള്ള സ്ഥലം അത് നമുക്ക് മറ്റുള്ളതിൻ്റെ കൂടെ മെസ്സപ്പ് ആവാതെ കറക്റ്റായിട്ട് ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഒപ്പം ഇതിൻ്റെ ഉള്ളിലും നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു ഓപ്ഷൻ ഉണ്ട്, സിബ് കാണാം. ഇതും നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ അവർ ഇതിൻ്റെ ഉള്ളിൽ ബോക്സുകൾ നമുക്ക് നമ്മുടെ സാധനങ്ങൾ കൊടുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇതിങ്ങനെ പീസായിട്ടാണ് നിങ്ങൾ പല മെഗാ ബോക്സിലും കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ പീസായിട്ടാണ് വരിക. ഇപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഡെർമയുടെ പാലറ്റോ അല്ലെങ്കിൽ അതേപോലത്തെ കൺസീലർ പാലറ്റ് പല ഷേപ്പിൽ വരുന്നുണ്ടല്ലോ. അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഷേപ്പിൽ ചെറുതാക്കാനോ ഇപ്പം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ, അതല്ല കുറച്ച് വലുതാക്കാനോ ആണെങ്കിൽ അങ്ങനെ, എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സാധിക്കും. ഓരോ സാധനം അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് അതിങ്ങനെ ഇത് നമുക്ക് ആവശ്യാനുസരണം ക്രിയേറ്റ് ചെയ്യാം. പ്ലസ് ഇവിടെയും നമ്മൾ വെക്കുന്ന സാധനങ്ങൾ ഇപ്പം നമുക്കൊരു വളരെ ചെറിയ കള്ളി മതിയെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വലിയ കള്ളിയാണ് വേണ്ടെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്യാം. കാണാലോ? ഓക്കെ, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുള്ള വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ബാഗാണ്. ധാരാളം സ്ഥലം, ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റിന് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഒരു ഒറ്റ ഇതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഇതാണ് അടുത്തൊരു ബോക്സ്, റെക്സിൻ തന്നെ മെറ്റീരിയൽ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ വില എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ വില 6600 രൂപയാണ്, 7800 MRP. നമ്മുടെ നെയിം, നമ്മുടെ വിസിറ്റിംഗ് കാർഡോ ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ നഷ്ടപ്പെടും എന്തെങ്കിലും ഒരു കോൺടാക്റ്റൊക്കെ വേണമെങ്കിൽ നമുക്കിവിടെ നമ്മുടെ ഷോപ്പിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണലായിട്ടുള്ള വിസിറ്റിംഗ് കാർഡ്സ് ഇവിടെ വെക്കാൻ പറ്റും. ഒപ്പം തന്നെ ഇങ്ങനെയൊരു വലിയ ഒരു ഓപ്ഷൻ അവർ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, സംഭവം ഇത്രയുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഇവിടെ സേവ് ചെയ്യാം. അതുകൂടാതെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ബ്രഷുകളായിട്ടും ഓരോ രീതിയിൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞ ഒരു അയണിങ് മെഷീൻ വേണമെങ്കിൽ പോലും ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു അയണിങ് മെഷീൻ കംപ്ലീറ്റ്ലി ഇതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റും. ദെൻ ഈ നേരത്തെ ഇതുപോലെ തന്നെ ഇതിന് ടയറുണ്ട്, ടയർ ഇട്ടിട്ടില്ല. അതുകൂടാതെ നമുക്ക് റോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഹാൻഡിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഹാങ് ചെയ്യാനുള്ള ഹാൻഡിലുണ്ട്. സെയിം അപ്പുറത്തുള്ള പോലെ തന്നെ, പക്ഷേ രണ്ട് ഇതായിട്ട്, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആണ്, സാധനങ്ങൾ എന്തെങ്കിലും നമുക്ക് ഇട്ട് വയ്ക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു ഓപ്ഷൻ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അതാണ് എനിക്ക് തോന്നുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഏറ്റവും വേണ്ട സംഭവം. ഇതിന് വേറെ 2 അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോളൂ, ഇതിൽ വേണ്ടതിലധികം സാധനം ബ്രഷായിട്ടും പല സാധനങ്ങളിടാൻ ധാരാളം സ്ഥലം അവൈലബിൾ ആണ്. ഇതുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞ് താഴത്ത് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇനിയും നിങ്ങൾക്ക് സ്ഥലം മതിയായില്ലെങ്കിൽ ഇതകത്തേക്ക് നോക്കൂ, ഇതാ ഓരോന്നായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വേറൊരു ഇതാണ് വേണ്ടതെങ്കിൽ നോക്കൂ, ഇഷ്ടം പോലെ സാധനങ്ങൾ വെക്കാൻ ധാരാളം സ്ഥലം. ഇനി അതല്ല, നിങ്ങൾക്ക് ഇതേപോലത്തെ പൗച്ചുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. ആ പൗച്ച് വെച്ചിട്ട് കൂടുതൽ സാധനങ്ങൾ വെക്കണമെങ്കിൽ ഇതിലേക്ക് ഇനിയും പൗച്ചുകളുള്ള സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പൗച്ച് അടക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇനിയും നമുക്ക് പൗച്ചുകൾ അടക്കി വെച്ചാൽ സ്ഥലമുണ്ട്. ഇനി അതല്ലെങ്കിൽ പൗച്ചുകൾ നമുക്ക് കംപ്ലീറ്റ് പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഡ്രയറോ അയണിങ് മെഷീനോ നമ്മുടെ കേളിങ് ടോങ്സോ ഒക്കെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് നമ്മൾ പുറമെ സാധാരണ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാനുള്ളൊരു ഓപ്ഷനുണ്ട്. അങ്ങനെ ഞാൻ നോക്കിയിട്ട് ഈ ഒരു റേഞ്ചിൽ വളരെ നല്ല അഫോർഡബിളായ ഏറ്റവും നല്ലൊരു സ്റ്റാൻഡേർഡുള്ള
മേക്കപ്പ് ബാഗ് തന്നെയാണ്. അടുത്തൊരു ബാഗ് ഇതാണ്. ഇത് നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ ടയർ ഉണ്ടാവും, നമുക്ക് വേണമെങ്കിൽ വലിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത്ര വലിയൊരു ഹാൻഡിൽ നമുക്ക് അകത്തേക്ക് മടക്കി വയ്ക്കാവുന്ന രീതിയിലുണ്ട്. ദെൻ ഇത് ടോപ്പിൽ ഇച്ചിരി വെയിറ്റ് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി ഈ മോഡലിൽ വരുന്ന സാധനങ്ങൾ, പക്ഷേ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ മേക്കപ്പിൻ്റെ കോസ്മെറ്റിക് ഐറ്റംസ് ധാരാളം വെക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നോക്കിയ മൊത്തത്തിൽ ഇത് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നീളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്ന സാധനങ്ങളാണുള്ളത്. ഇതിൻ്റെ ഉള്ളിലും ഉൾപ്പെടെ സ്ഥലമുണ്ട്. ഓക്കെ, അതിന് ഒരു ലോക്ക് കീ ഉണ്ടാവും, അതുകൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാവും നമുക്ക് സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ പുതിയ ഒരു സ്റ്റോക്ക് ഈ കൊറോണയ്ക്ക് ശേഷം വന്നതിൽ കുറേ മേക്കപ്പ് ബാഗുകൾ വന്നിരുന്നു. അപ്പോൾ അതൊന്ന് വളരെ സ്വിഫ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളൊന്ന് എല്ലാം കൊണ്ടും പരിചയപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാറുണ്ട്. മാക്സിമം സംശയം ചോദിച്ചാലും എന്ത് പറഞ്ഞാലും നമ്മളതിനൊക്കെ നിങ്ങൾക്ക് മറുപടി തരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രതികരണങ്ങളാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും പറയണം. ലൈക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ചിട്ടാണ് ഞങ്ങൾ പുതിയ പുതിയ വീഡിയോകൾക്കുള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഒപ്പം എനിക്ക് തോന്നുന്നു നമുക്കിവിടെ പലരും ചോദിക്കാറുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ, LED ലൈറ്റ്സ്. അപ്പോൾ LED ലൈറ്റ് ഒരു 2-3 വെറൈറ്റി വന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു സാധനമാണ്, അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഡെമ്മി എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് പലപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാത്തത്. അതുപോലെ തന്നെ ഈ പറയുന്ന ബ്യൂട്ടി സ്റ്റുഡിയോ മുതലല്ലാണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മേക്കപ്പ് ബോക്സിൻ്റെ വലിയൊരു വെറൈറ്റി നമ്മുടെ അടുത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 50 ബോക്സിന് മേളിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നമുക്ക് മേക്കപ്പിൻ്റെ പ്രോഡക്റ്റുകൾ ഇട്ടുകൊണ്ട് പോകാം. ഇത്തരത്തിലുള്ള ട്രാൻസ്പെറൻറ്റ് പൗച്ചസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ചെറിയ പൈസയുള്ളൂ കേട്ടോ. ഇതിൻ്റെയൊക്കെ വില നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും 150 രൂപയെ ഈ സാധനത്തിനുള്ളൂ. ഇഷ്ടമായ സാധനങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വയ്ക്കാൻ പറ്റുന്നുണ്ടോ? ഈ വീതി വരുന്നതാണ്, ഇഷ്ടംമാതിരി സാധനം ഇട്ട് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ച്, ഇതിൻ്റെ ഉള്ളിൽ ഒന്ന്, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിൽ ഒന്ന്, പിന്നെ അടുത്തത് 2, എൻ്റെ അമ്മ ഇതിൻ്റെ ഉള്ളിൽ 2 കഴിഞ്ഞ് 3, 4, ഇപ്പോൾ എത്രയായി? 1, 2, 3, അതെ, ഇതേപോലത്തെ 4 പൗച്ചസ്. ഇതിൻ്റെ വില 290 രൂപയാണ് ഈ 4 പൗച്ചിന് നിങ്ങൾക്ക് വരുള്ളൂ. ഒരു സൈഡ് ട്രാൻസ്പെറൻ്റ് ആണ്, നിങ്ങൾക്ക് സാധനങ്ങൾ വെക്കുകയും കാണുകയും ചെയ്യാം. ഓക്കെ, പിന്നെ അതുകൂടാതെ ഒരു ഐറ്റം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ഇതേപോലത്തെ നമുക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്ന രീതിയിൽ എന്നാൽ സാധനങ്ങൾ വെക്കാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ തുറന്നിട്ട് സാധനങ്ങൾ വെക്കാൻ കഴിയുന്ന പൗച്ചസുകൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ വിലയുള്ളൂ 199 രൂപ. 2 പൗച്ചസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. സൗകര്യം പോലെ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണുമ്പോഴത്തേക്കും ബൈ.